ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ആദ്യമായിട്ട് ക്രിപ്റ്റോ ട്രേഡിങ്ങിൻ്റെ എഡ്യൂക്കേഷണൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആക്ച്വലി എന്താണ് കൃത്യമായിട്ടൊരു ട്രേഡിങ്ങിൻ്റെ ഒരു ഫുൾ ആസ്പെക്ട് മെത്തേഡ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഏത് മേഖലയിലായാലും ഉണ്ട് എന്ന് പറയുന്ന പോലെ ട്രേഡിംഗ് പഠിപ്പിക്കുന്നിടത്തും നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. ആരാണോ ഒരു മികച്ച ഒരു ടീച്ചറായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾക്ക് നല്ലൊരു മെൻറ്ററായിട്ട് കിട്ടുന്നത്, അവരുടെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും എഫക്റ്റീവായിട്ട് മാറും. അതിനി ആരെടുക്കുകയാണെങ്കിലും. സോ ഞാനും നല്ലൊരു ട്രേഡറെ അല്ലെങ്കിൽ ഒരു ട്രേഡറെ വാർത്തെടുക്കുന്നതിൽ ഒരു മികച്ച അധ്യാപകനാവണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, സോ എൻ്റെ ഈ ഒരു സെഷൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്തുകൊണ്ട് യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം പ്രകാരം ആരാണോ ആവശ്യക്കാർ അവരിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളതിനെ മാറ്റിയെടുക്കണം. ഓക്കെ, സോ എഫക്റ്റീവ് ആണെങ്കിൽ, നിങ്ങളൊരു സീരിയസ് ആയിട്ട് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ഒരു എൻ്റയർ ട്രേഡിംഗ് സീരീസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ സമയം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഒരിക്കലും ക്യാഷിനല്ല ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, കാരണം നമ്മളൊരു സമയം അതിലേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡെഫിനറ്റായിട്ട് ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് നമുക്ക് മാറാൻ പറ്റും. കാരണം സമയമാണ് എന്തിനും ഏതിനും നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ഒരു വളരെ കൂളായിട്ട്, ഞാൻ ചാർട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതില്ല. പകരം കൃത്യമായിട്ട് എന്താണ് നമ്മുടെ മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ആയിരിക്കും ഞാനിങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. അതിനുശേഷം നമ്മൾ ചാർട്ട് വൈസ് എക്സാമ്പിളും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതിനും എന്തും സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിന് പ്രധാനമായിട്ടും നമുക്ക് കാണുന്ന 3 സ്ട്രക്ചേഴ്സാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അപ്പ് ട്രെൻഡാണ്. അപ്പ് ട്രെൻഡ്, അതുപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡ്. ഓക്കെ, വളരെ മേജറായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന 2 ട്രെൻഡുകളാണ് അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി ഒരു അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്? അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മളൊരു അപ്പ് ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഒരു ഡൗൺ ട്രെൻഡ്? മാർക്കറ്റ് താഴെ പോകുന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ട മൂന്നാമത്തൊരു കാര്യം, അതായത് നമ്മുടെ സൈഡ് വൈസ്. ഓക്കെ, സൈഡ് വൈസ് ട്രെൻഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു റേഞ്ച് എന്നൊക്കെ ഇതിനെ വിളിക്കാം. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു സൈഡ് വൈസ്? മാർക്കറ്റ് ഈ രീതിയിൽ പോകുന്നതിനെയാണ് നമുക്ക് ഒരു സൈഡ് വൈസ് ട്രെൻഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ 3 സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഈ 3 ട്രെൻഡുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു മാർക്കറ്റ് അവിടെ ഫോം ചെയ്ത് കിട്ടുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ അപ്പ് ട്രെൻഡ് ഇങ്ങനെ വന്നു, കുറച്ച് നേരത്തേക്ക് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച്, അതുപോലെ അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് കാണിക്കുന്നു, ദെൻ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരു മാർക്കറ്റായിട്ട് കണക്കാക്കാൻ പറ്റും. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പച്ചക്കറി മാർക്കറ്റിൽ പോവുകയാണ്. ഉദാഹരണം ഒരു തക്കാളി തന്നെ എടുക്കാം. ഈ തക്കാളിയുടെ വില കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്, തക്കാളിയുടെ ഒരു ആഴ്ചത്തെ ഗ്രാഫിന് വരക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്രാഫ് മുകളിലേക്കായിരിക്കും. ഓക്കെ, കുറച്ച് കാലത്തേക്ക് മാർക്കറ്റിൽ എന്താണ്, ഈ തക്കാളിയുടെ വില ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു അപ്പ് ട്രെൻഡ് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ തക്കാളിയുടെ വില 5 രൂപയിൽ നിന്ന് 10 രൂപയിലേക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരക്കുമ്പോൾ അത് മുകളിലേക്കാണ് പോവുക. ഓക്കെ, പിന്നീട് കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഇതേപോലെ കുറച്ച് സമയത്തേക്ക് 10 രൂപ 11 രൂപ എന്നുള്ള റേഞ്ചിലേക്ക് ഇങ്ങനെ മാർക്കറ്റ് കളിക്കുകയാണ്.
ഓക്കെ. അപ്പോൾ അതൊരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ്. അതിനുശേഷം മാർക്കറ്റിൽ എന്താണ്, വീണ്ടും ഈ പറഞ്ഞ തക്കാളിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡൗൺ ട്രെൻഡ് കിട്ടും. അതായത് ഇപ്പോൾ ഈ 10 മാർക്കറ്റ് തിരിച്ച് 5 അല്ലെങ്കിൽ 4 ഇറങ്ങി വരുന്ന ഈ ഒരു സിറ്റുവേഷൻ. ഓക്കെ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഏതാണോ നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറക്കിയിട്ടുള്ള നമ്മുടെ ഒരു അസറ്റ്, ഈ അസറ്റിൻ്റെ സിറ്റുവേഷനും ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു ബിറ്റ് കോയിൻ ആണ് ചെയ്യുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ്, ഗോൾഡാണോ, ഇനി ഫോറക്സിലുള്ള പേഴ്സാണോ, ഇനി അതല്ലെങ്കിൽ സ്റ്റോക്കിലുള്ള എന്തെങ്കിലും അസറ്റുകളാണെങ്കിൽ ഏതായാലും അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ സ്റ്റോക്കിൻ്റെ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള എന്ത് അസറ്റുകളായാലും അതിൻ്റെയൊക്കെ പ്രൈസ് ഇതേ രീതിയിൽ കയറി ഇറങ്ങി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു സിഗ് സാഗ് മോഷനിലാണ് നമുക്ക് കാണാൻ പറ്റുക മാർക്കറ്റിൽ വരുമ്പോൾ. ഓക്കെ. നിങ്ങളൊക്കെ ചാർട്ടിൻ്റെ ആ ഒരു ഗ്രാഫ് കണ്ടതായിരിക്കും. ആ ഒരു രീതിയിൽ മാർക്കറ്റ് ഇങ്ങനെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, മാർക്കറ്റ് കയറി ഇറങ്ങി ആ രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു മാർക്കറ്റിനെ കാണാൻ പറ്റുക. ക്ലിയർ? അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും വളരെ സിമ്പിളായിട്ട്, കാരണം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ട്രേഡറായിട്ട് മാറാം. പലരും പല സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫണ്ടമെൻ്റൽ തൊട്ട് ഇതിൻ്റെ അഡ്വാൻസ് വരെ വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ. ഇനി മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ നെക്സ്റ്റായിട്ട് കണ്ടുവരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ട്രേഡിങ്ങിൽ വളരെ ഈ ഒരു മേജറായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാർട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ക്യാൻഡിൽ സ്റ്റിക്കുകളെയാണ്. ഓക്കെ. ക്യാൻഡിൽ സ്റ്റിക്ക്. അപ്പോൾ എന്താണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ഉള്ള ചാർട്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. ഗ്രാഫ് പാറ്റേൺസ്, അതായത് ഇപ്പം നമ്മൾ പറയുന്ന പോലെ ബാറുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രാഫിക് ലൈൻസുകൾ, അങ്ങനെയുള്ള പല രീതിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ക്യാൻഡിൽ സ്റ്റിക്ക്. ഓക്കെ. നമുക്കതിനൊന്നും കാട് കയറി പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്താണ് ആവശ്യമുള്ളത് മാത്രം നമ്മൾ പഠിക്കുക എന്നുള്ളതാണല്ലോ. സോ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നമുക്ക് 2 ടൈപ്പായിട്ട് കാണാൻ പറ്റും മാർക്കറ്റിൽ. ഒന്നൊരു പച്ച കളറിലും അതേപോലെ രണ്ടാമത്തതൊരു ചുവന്ന നിറത്തിലും നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. ഒരിക്കലും ഈ പച്ച നിറം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ചുവന്ന നിറം മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് യാതൊരു ഇമ്പോർട്ടൻറ്റും ഇല്ല. അത് ജസ്റ്റ് ഫോർ 2 കളറുകൾ. ഓക്കെ. അതിന് യാതൊരു തരത്തിലും പച്ച കളറുള്ളത് ബൈ ക്യാൻഡിൽ, റെഡ് കളറുള്ളത് സെല്ല് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോവുകയാണ്, അങ്ങനെയുള്ള ധാരണകളുടെ ഒന്നും കാര്യമില്ല. ഏത് കളറും കൊടുക്കാം. ഓക്കെ. പിന്നെ വളരെ പോപ്പുലർ ഗ്രീൻ ആൻഡ് റെഡ് ആയതുകൊണ്ട് അത് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ. നോക്കാം നമുക്ക്. എന്തായാലും ഇങ്ങനെയായിരിക്കും ഒരു ക്യാൻഡിൽ ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ ക്യാൻഡിൽസ് പല രീതിയിലേക്ക് ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിൽ പല സ്ട്രക്ചേഴ്സ് രൂപകൊള്ളുന്നത് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഈ 2 ക്യാൻഡിൽസ് എങ്ങനെയാണ് ആക്ച്വലി ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇത് തൽക്കാലം മാറ്റി വെക്കണം, ഞാൻ ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് സംസാരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിന് ഈ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത് നോക്കാം. അപ്പോൾ അതെങ്ങനെ ഫോം ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഗ്രാഫ് വരക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഗ്രാഫ് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പോയിൻറ്റ്സുകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. 0. ഓക്കെ. ചുമ്മാ കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇങ്ങനെയാണ് ഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിൻ്റെ ഒരു ഫോർമേഷൻ എങ്ങനെയാണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ താഴെ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. ടൈം മുകളിൽ ഞാൻ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. വില ഇവിടുത്തെ എൻ്റെ ടൈം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുന്ന സമയം ഒരു 10 മണിയാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ 10 മണിയും 11 മണിയുണ്ട്. ഈ 10 മണിക്ക് മാർക്കറ്റിൽ വന്നു കഴിയുമ്പം എന്ത് പ്രൈസുണ്ട്, അതിൽ നിന്ന്
11 മണിയാകുമ്പോഴേക്ക് എന്ത് പ്രൈസിലേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മണിക്കൂർ കൊണ്ട് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് ഗ്രാഫിക്കലി ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, വരക്കാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മളൊരു ക്യാൻഡലിൻ്റെ ഫോർമേഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കണമെന്നുള്ളത്. ഞാനിവിടെ പ്രൈസുകൾ ഞാൻ ചുമ്മാ ഒന്ന് എഴുതുന്നുണ്ട്. എന്തെങ്കിലും ഒരു അസറ്റ് ആയിക്കോട്ടെ, 5, 10, ഇവിടെ 0 എടുക്കട്ടെ, 5, 10, 15, 20, 25, 30. ഓക്കെ, ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു പ്രൈസ്. ഇനിയിപ്പോൾ തക്കാളി ആണെങ്കിൽ തക്കാളിയുടെ ഒരു വാല്യൂ കയറി പോകുന്നത് എന്തായാലും. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ഇതേപോലെ ഞാൻ ടൈം കൊടുക്കുന്നുണ്ട്. ഇവിടെ 10 മണി, 10:15, 10:30, അതേപോലെ 10:45, 11. ഓക്കെ, ഞാനൊരു മണിക്കൂർ ഇടവിട്ടിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഒരു അപ് ട്രെൻഡ് സിറ്റുവേഷൻ എന്താണ് സംഭവിക്കണം എന്നുള്ളത്. ഓക്കെ, ഞാൻ 10 മണിക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത്, 10 മണിക്ക് ഞാൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ് എൻ്റെ 10 മണി പ്രൈസ് എത്രയുണ്ട്? 5 രൂപയിലാണ് കിടക്കുന്നത്. 5 രൂപയിൽ. ഓക്കെ, ഞാനിവിടെ റെഡിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത്. ഓക്കെ, 10 രൂപയിലേക്ക് 10 മണിക്ക് മാർക്കറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അസറ്റിൻ്റെ വാല്യൂ എത്രയാണ് ഉണ്ടായിരുന്നത്? ഓക്കെ, 5 രൂപ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഞാനൊന്ന് പ്രൈസിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്, ഒന്നുകൂടെ ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ മാർക്കറ്റിലേക്ക് 10 മണിക്ക് വരുന്ന സമയത്ത് എൻ്റെ മാർക്കറ്റിൽ ഈ ഒരു അസറ്റിന് 15 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 15 രൂപ. അല്ലേ, എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് ഈ ഒരു 10 മണിക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് അവിടെ 10 രൂപയാണ് ഞാൻ എന്ത് വെച്ചിട്ടുള്ളത്, ഇതിന് പ്രൈസ് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഈ ഒരു തക്കാളിൻ്റെ വാല്യൂ കിടക്കുന്നത് 10 രൂപയാണ്. ഓക്കെ, ഇനി 10 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 10:15 ആയപ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്തു? 10:15 ആയപ്പോൾ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ് എവിടെ എത്തി? 5 രൂപയിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. 5 രൂപയിൽ ഞാൻ ഇവിടെ പോയിൻ്റ് മാർക്ക് ചെയ്ത്. ഓക്കെ, അതും നമുക്ക് കിട്ടി. പക്ഷെ 10:30 ആയപ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്തു? 10:30 ടൈം മാർക്കറ്റിൽ ഈ ഒരു തക്കാളിയുടെ പ്രൈസ് നന്നായിട്ട് കയറി തുടങ്ങിയെന്ന് വിചാരിക്കാം. നന്നായിട്ട് കയറി തുടങ്ങി. കയറി എവിടെ എത്തി? ഒരു 20ലേക്ക് എത്തി. ഓക്കെ, 20-ലെത്തി. അതേപോലെ 10:45 ആയപ്പോൾ മാർക്കറ്റ് കയറിയെന്ന് വിചാരിക്കാം. ₹25 എത്തി. ഓക്കെ, പിന്നീട് എന്താണെന്ന് സംഭവിച്ചത്? മാർക്കറ്റ് നമ്മുടെ 11 മണിയായപ്പോൾ, ഇതാണ് നമ്മുടെ 11 മണി. 11 മണിയായപ്പോൾ മാർക്കറ്റ് ഈ പറഞ്ഞ തക്കാളിയുടെ വാല്യൂ കുറഞ്ഞ് നമ്മളീ പറഞ്ഞ നമ്മുടെ 15 രൂപയിലും എത്തി. ഓക്കെ, ഇനി ഞാനിതിനൊന്ന് കണക്ട് ചെയ്ത് വരച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കണം നോക്കാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ മാർക്കറ്റിൽ ഈ തക്കാളി 10 മണിക്ക് 10 രൂപയിലായിരുന്നു ഉണ്ടായിരുന്നത്. അഗെയിൻ 10:15 നിന്ന് മുകളിലേക്ക് പോയി. ഓക്കെ, ഇതിനെവിടേക്ക് വന്നു? താഴെ വന്നു. ഇതാണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു തക്കാളിയുടെ 1 മണിക്കൂർ സമയത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂർ സമയത്തിൽ എന്താണ് മാർക്കറ്റിൽ ആക്ച്വലി അവിടെ നടന്നിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പൺ ചെയ്ത പോയിൻ്റ് അതിനെ ഞാനൊന്ന് നീട്ടി വരയ്ക്കുകയാണ്. ഓക്കെ, ഈ 10-ലായിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്തത്, അതിനെ ഞാനൊന്ന് നീട്ടി വരച്ചു. ഓക്കെ, നീട്ടി വരച്ചു. ഇതേപോലെ ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്ത ആ ഒരു പ്രൈസ്, ഓപ്പണിംഗ് പ്രൈസ് അല്ലേ. ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂറിലെ ഓപ്പണിംഗ് പ്രൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പണിംഗ് പ്രൈസ്. ഓക്കെ, ഇതേപോലെ നമ്മുടെ ക്ലോസ് ചെയ്ത സിറ്റുവേഷനിൽ എന്തായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്? ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏത് പ്രൈസിലാണ് ക്ലോസ് ചെയ്തത്? നമ്മുടെ ഈ പറഞ്ഞ 15-ൽ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ക്ലോസിംഗ് റേറ്റ് പ്രൈസ് വരുന്നത്, ക്ലോസിംഗ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു
മാക്സിമം അപ്പിലേക്കൊന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാക്സിമം അപ്പിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മാക്സിമം ഡൗണിലേക്ക് മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ക്ലോസിംഗ് റേറ്റ് അതേപോലെ നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ്, ഓപ്പൺ ചെയ്ത പ്രൈസിൻ്റെ മുകളിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ഇതിനൊരു ക്യാൻഡിലിൻ്റെ ഫോർമേഷനിൽ നമ്മൾ വരക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ്, ഓക്കെ, അതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒരു ബോക്സ് ആക്കി മാറ്റി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട, ഇവിടെ ഈ ഒരു പോയിന്റിന് ഞാനൊന്ന് അതിൻ്റെ ഉള്ളിലുള്ളതിനൊന്ന് കളർ കൊടുക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മാക്സിമം പോയിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് പോയിട്ടുള്ള ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-ലാണ്. ഓക്കെ, ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ആണ്. അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് എന്ത് ചെയ്തു, നമ്മുടെ ഗ്രീൻ കളറാണ് അവിടെ വേണ്ടത് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അതേപോലെ മാക്സിമം പോയിട്ടുള്ള ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ഹൈ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 25-ആണ്. ഓക്കെ, ഇങ്ങനെ കിട്ടി. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പോർഷന് നമുക്കിതിൻ്റെ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിന് മുകളിലേക്ക് പോയത് അതിൻ്റെ എന്താണ്, വിക്കാണ്. ഓക്കെ, ഇങ്ങനെയാണ് ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുന്നത്, മാർക്കറ്റിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു മണിക്കൂറിൻ്റെ ഒരു ക്യാൻഡിലിൻ്റെ സിറ്റുവേഷൻ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, 25, 5, 10 ഓപ്പൺ ചെയ്തു, 15 ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത പ്രൈസ്, ഇത് ക്ലോസ് ചെയ്ത പ്രൈസ്. ഈ ഓപ്പൺ ചെയ്തതിന് ക്ലോസ് ചെയ്തതിൻ്റെ ഇടയിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോ പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു ഹൈ പ്രൈസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അപ് ട്രെൻഡ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന ഒരു വാല്യൂ ആണ് അതായത് ഓപ്പൺ, ദെൻ ലോ, അതിനുശേഷം ഹൈ, ദെൻ ക്ലോസ്, OLHC. ഇതൊരു അപ് ട്രെൻഡിൽ കാണുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ വ്യക്തമായിട്ട് ഒരു അപ് ട്രെൻഡിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ നമുക്ക് എന്തൊന്നും അവിടെ ചാൻസ് ഉണ്ട്, ഒരു ഡൗൺ ട്രെൻഡ് ഫോം ചെയ്യാനും ഇതേപോലത്തെ ചാൻസ് നമുക്കവിടെ കാണേണ്ടതുണ്ട്. ആ ഡൗൺ ട്രെൻഡ് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഡൗൺ ട്രെൻഡ് ആയാലും അതിലും സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സിറ്റുവേഷൻ തിരിച്ച് സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു വലിയൊരു പ്രൈസിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് നോക്കാം, ഒരു 10 മണിക്ക് മാർക്കറ്റിൽ എന്തുണ്ട്, ഈ ഒരു തക്കാളിയോ എന്തായാലും നമ്മുടെ ആസെറ്റ് അതിൻ്റെ പ്രൈസ് എത്രയാണുള്ളത്, 20 രൂപയെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 20 രൂപയിൽ നിന്ന് മാർക്കറ്റിൽ എന്താണ് സിറ്റുവേഷൻ ഇനി സംഭവിക്കാൻ പോകുന്നത്, മാർക്കറ്റിൽ പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകും. ഓക്കെ, പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോയി, ഒരു 10-15 ആയപ്പോൾ പ്രൈസ് പോയിട്ട് ഒരു 30-ലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, 30-ലേക്ക് എത്തി. അതിനുശേഷം 10 ആകുമ്പോഴേക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ നമ്മുടെ 5-ലേക്ക് അല്ലെങ്കിൽ ഒരു 10-ലേക്ക് എത്തി. ഓക്കെ, 10:45 ആകുമ്പോൾ വീണ്ടും അവിടെ നിന്നും കുറഞ്ഞു. ഓക്കെ, ദെൻ നമ്മുടെ മാർക്കറ്റ് 11 മണിയാകുമ്പോൾ എവിടേക്ക് എത്തി, നമ്മുടെ 15-ലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇതാണ് ഓപ്പൺ ചെയ്ത പ്രൈസ്. ഓക്കെ, ഇതാണ് മാർക്കറ്റ് അതിനിടയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ പ്രൈസ്. അങ്ങനെ വരുമ്പം മാർക്കറ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ലോ പ്രൈസ് ഇതാണ്. ഈ ഒരു മണിക്കൂർ കഴിയുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത പ്രൈസ് ഇതാണ്. ഓക്കെ, ക്ലോസ് ചെയ്ത പ്രൈസ്. ഓക്കെ, ക്ലോസിംഗ് പ്രൈസ് അല്ലെങ്കിൽ ക്ലോസ് പ്രൈസ്. അപ്പോൾ ഈ ഒരു ക്ലോസ് ചെയ്തതിൻ്റെ ഓപ്പൺ ചെയ്തതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സ്പോട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഷേപ്പ് കൊടുത്ത് നോക്കാം.
ഈ ഒരു പോയിൻ്റ് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസ് ഈ ഒരു പ്രൈസിൻ്റെ ഇടയിൽ ഫോം ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു ഹൈ ആൻഡ് ലോ ഉണ്ട്. അതിന് നമുക്ക് എന്ത് കണക്കാക്കാം, ഈ ഒരു മാർക്കറ്റിലുള്ള ഇതിൻ്റെ മാക്സിമം ഹൈയിനെയും ലോയിനെയും നമുക്ക് ഇതിൻ്റെ വിക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഒരു ഡൗൺ ക്യാൻഡിലും ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു കളറ് ഏതെങ്കിലും ആയിക്കോട്ടെ, ഞാൻ തൽക്കാലം ഇവിടെ നമ്മൾ ഒറ്റ കാര്യം മാത്രം നോക്കിയിട്ട് ഓപ്പൺ ചെയ്തതിനേക്കാളും ചെറിയ പ്രൈസിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം, അതൊരു ഡൗൺ ട്രെൻഡാണെന്ന് കൺസിഡർ ചെയ്യാം. കാരണം അവിടുത്തെ ഹൈയിനും ലോയ്ക്കും യാതൊരു മാറ്റം ഉണ്ടാവില്ല, അത് ആ പൊസിഷനിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു അപ്പ് ട്രെൻഡിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും മുകളിലായിരിക്കും ക്ലോസ് പ്രൈസ് ഉണ്ടായിരിക്കുക. നേരെ മറിച്ച് ഒരു ഡൗൺ ട്രെൻഡാണ് സംഭവിക്കുന്നതെങ്കിൽ ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാളും താഴെയായിരിക്കും മാർക്കറ്റിൽ എന്ത് സംഭവിക്കുക, നമുക്കൊരു ഡൗൺ ട്രെൻഡ് കാണാൻ പറ്റുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചറിന് നമ്മൾ പറഞ്ഞിട്ടുള്ള അപ്പ് ട്രെൻഡിലും ഡൗൺ ട്രെൻഡിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽസ് ഫോം ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ അപ്പ് ട്രെൻഡിൽ OLHC ആണെങ്കിൽ ഇവിടെ OHLC ആണ് വരുന്നത്. ഓക്കെ, ഓപ്പൺ ഹൈ ലോ ക്ലോസ്. ഓക്കെ, ഇതാണ് ഡൗൺ ട്രെൻഡിൽ നമ്മൾ കാണുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു മോർഫോളജി സൈഡ് അല്ലെങ്കിൽ നമ്മൾ ബയോളജിയിലൊക്കെ പറയുന്നൊരു ടേമാണ്. അതിൻ്റെ പുറംഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷേ അത് ഞാൻ ലാസ്റ്റാണ് പറയുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി, ഓക്കെ, അതാണ് ഇതിനെ വിളിക്കുന്നത് ബോഡി. അതേപോലെ നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിലിന് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്കിതിൻ്റെ ഹൈയിനെയും ലോയിനെയും ഓക്കെ വിക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് വിളിക്കുന്ന പേരാണ് ബോഡി. ഈ ഹൈയിനെയും ലോയിനെയും നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ വിക്ക്. ഓക്കെ, ഈ വിക്കിൻ്റെയും ബോഡിയുടെയും സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ചിട്ടാണ് പല ആളുകളും പല തരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത്. ഞാനതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കാരണം അങ്ങനെയുള്ള പേരുകളെ സംബന്ധിച്ച് അതിൽ ഇമ്പോർട്ടൻസ് ഇല്ല. അതിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഇപ്പം ഇവിടെ നമ്മളൊരു ക്യാൻഡിലിനെ ഞാനങ്ങ് വരച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേയധികം കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നമ്മളതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വിചാരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ തന്നെ എടുക്കാം. ഈ ഒരു ക്യാൻഡിൽ ഒരു ലോങ് ബോഡിയാണ് ഇതിനുള്ളത്, ലോങ് ബോഡി. ഓക്കെ, ഈ ഒരു ലോങ് ബോഡി ഉണ്ടായിരിക്കുമ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്ട്രോങ് ഡൗൺ ട്രെൻഡാണ്. ട്രെൻഡാണിത്. ഓക്കെ, ടെക്നിക്കലി ഇതിനെ മരുബൂസു എന്നൊക്കെ വിളിക്കും, മരുബൂസു ക്യാൻഡിൽ. ഓക്കെ, മരുബൂസു ക്യാൻഡിൽ എന്നൊക്കെ വിളിക്കും. അതായത് ഇവിടെ സെല്ലിംഗ് പ്രഷർ വളരെ കൂടുതലാകുമ്പോൾ സംഭവിക്കുന്ന ഒരു ക്യാൻഡിലാണിത്. ഓക്കെ, സെല്ലിംഗ് പ്രഷർ ഹൈ ആയിരിക്കും, ഇവിടെ ഹൈ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഈ ഒരു ക്യാൻഡിലിന് ഞാൻ എന്തും കൂടെ വരക്കുകയാണ്, ഒരു വിക്ക് വരക്കുകയാണ് ഇവിടെ. ഓക്കെ, ഞാൻ ഈ ഒരു ക്യാൻഡിലിന് എന്ത് വരച്ചു, വിക്ക് വരച്ചു. ഓക്കെ, അപ്പം ഇനി ഈ വിക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വിക്കിനെയും ബോഡിനെയും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ബോഡി മാത്രമായിരുന്നെങ്കിൽ അതിനെ മരുബൂസു ക്യാൻഡിൽ എന്ന് വിളിക്കാറുണ്ട്. ആ പേര് ഞാൻ തൽക്കാലം ഇനി പറയുന്നില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കോൺസെപ്റ്റിന് കറക്റ്റ് നോക്കുക, ആ ഒരു മാർക്കറ്റ്. ഓക്കെ, ഇപ്പം നമുക്കിതിൻ്റെ ഞാൻ ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു, തൽക്കാലം ഞാനിവിടെ മായ്ക്കുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റും, ഇത് ഓപ്പൺ ചെയ്ത പ്രൈസ്. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു ഹൈയിലേക്കൊന്നും പോയിട്ടില്ല, നേരെ താഴോട്ടേക്കാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയത്. എന്നിട്ട് അവിടെ ക്ലോസ് ചെയ്തു.
ഓക്കെ, ഇതിന് ഏത് സമയത്തിലായാലും 1 മണിക്കൂറിലോ 2 മണിക്കൂറിലോ 5 മിനിറ്റിലോ 10 മിനിറ്റിലോ ഏത് സമയത്താണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്ത് അത് നേരെ ഓപ്പൺ ചെയ്തു, പിന്നീട് എന്ത് സംഭവിച്ചത് അതേപോലെ പോയിട്ട് അത് ക്ലോസ് ചെയ്തു. ഓക്കെ, അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, നമുക്കൊരു ക്യാൻഡിലിൽ ഒരു വിക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണെങ്കിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാനിതിനെന്ത് ചെയ്യുന്നു, ഒരു വിക്ക് വളരെ ലോങ് ആയിട്ടുള്ള ഒരു വിക്ക് വരക്കുന്നു. ഓക്കെ, ഈ ഒരു വിക്കിൻ്റെ റെഡ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ക്യാൻഡലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫുള്ളി ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് എന്താണ്, മരുഭൂസമാണെന്നാണ് നമുക്ക് മനസ്സിലായി. ഇവിടെ സംഭവിക്കാൻ പോലൊരു കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് എന്താ ചെയ്ത്, നേരെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഓപ്പൺ ചെയ്ത് വിചാരിക്കുക. ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിൽ പോയി. ഓക്കെ, മുകളിൽ പോയിട്ട് ഇനി എന്താ സംഭവിക്കുന്നത്, മാർക്കറ്റ് നേരെ ഓക്കെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ്, ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ട്. മാർക്കറ്റ് ഒരു ഫുൾ മാർക്കറ്റാണ്. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റുള്ളത്. അപ്പം മാർക്കറ്റ് എവിടെ നിന്ന് തുടങ്ങുന്നത്, ഇവിടുന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ മാക്സിമം ഹൈ എടുത്തു. മാക്സിമം ഹൈ എടുത്തിട്ട് മാർക്കറ്റ് ഒന്ന് താഴെ വന്നു. ഓക്കെ, അഗെയിൻ മാർക്കറ്റ് പരമാവധി ലോയിലേക്ക് പോയിട്ട് തിരിച്ചൊന്ന് റിജക്റ്റായി. ഓക്കെ, നമ്മൾ വളരെ നോർമലായിട്ട് കണ്ടുവരുന്നൊരു ടൈപ്പ് ഓഫ് ക്യാൻഡിലാണത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്, നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഹൈയിലേക്ക് പോയി, ദെൻ മാർക്കറ്റ് അവിടെ നിന്ന് റിജക്റ്റായി. ഇതേപോലെ ഒരു ലോ എടുത്തിട്ട് വീണ്ടും അവിടെ ഒരു പോയിന്റിൽ വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് റിജക്റ്റായി. അപ്പോൾ ഇവിടെ ഈക്വലായിട്ട് ഒരു ബൈയിങ് പ്രഷറും അതേപോലെ ഒരു സെല്ലിങ് പ്രഷറും ഉണ്ടായിട്ടുണ്ട്. അതായത് ബൈയിങ് പ്രഷർ ഉണ്ടായെന്ന് പറയാൻ കാരണം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് പോയിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ആര് സ്ട്രോങ് ആയതുകൊണ്ടാണ്, ബയ്യേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ടാണ് ബൈയിങ് പ്രഷർ ഉണ്ട്. ഓക്കെ, അതേപോലെ മാർക്കറ്റ് താഴേക്കൊന്ന് പോയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കൊരു ലോ കിട്ടുന്നത്. അവിടെ എന്ത് പ്രഷർ കൂടുതലാണ്, സെല്ലിങ്ങിൻ്റെ പ്രഷർ അവിടെ കൂടുതലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മാർക്കറ്റിൽ അടുത്തൊരു കാര്യം എന്താ സംഭവിക്കാൻ പോണത്, മാർക്കറ്റിൽ ഇപ്പം ഈ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ ഒരു ക്യാൻഡിലിനെ പറ്റി നമുക്ക് പറയാനുള്ളത്, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താ നമുക്കിവിടെ പറയാനുണ്ടാവുക ഈ ഒരു ക്യാൻഡിലിനെ പറ്റിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്താണ് ആക്ച്വലി അവിടെ പറയാൻ പറ്റുന്നത്. അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് എന്താ, ഒരു ഹൈ ഉണ്ടോ അല്ലേ, വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നീട് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്, മാർക്കറ്റിൽ ഒരു മാക്സിമം ലോ ഫോം ചെയ്തു. ഓക്കെ, മാക്സിമം ലോ ഫോം ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റിൽ ഒരു ലോ ഫോം ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് നേരെ വളരെ താഴെ പോയി. ഓക്കെ, എന്നിട്ടോ തിരിച്ച് മുകളിലേക്ക് മാർക്കറ്റ് റിജക്റ്റായി ഇതുവരെ വന്നു. എന്നിട്ട് അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ക്ലോസ്. അപ്പോൾ ഇതിന് എന്തില്ല, നോ ഹൈ ബട്ട് ലോ ഉണ്ട്, നോ ഹൈ ബട്ട് ലോ ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു മാർക്കറ്റിലുള്ള ഈ ഒരു ക്യാൻഡിൽ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ശരിക്കും എന്തിൻ്റെ പ്രഷറാണ് കൂടുതലുള്ളത്, അവസാന സമയമാകുമ്പോൾ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ലോയിൽ നിന്ന് മുകളിലേക്ക് ആരാണ് മാർക്കറ്റിനെ കൊണ്ടുപോയത്, ബയ്യേഴ്സാണ്. ഓക്കെ, ബയ്യേഴ്സ് മാർക്കറ്റിലേക്ക് എന്ത് ചെയ്തു, സ്ട്രോങ് ആയപ്പോഴാണ് ഈ ലോയിലേക്ക് പോയ മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറി വന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് മാർക്കറ്റിലുള്ള ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു ടൈപ്പ് ക്യാൻഡിലുണ്ട്, അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് എടുത്ത് നോക്കാം. ഇത് കുറച്ചും കൂടെ വിക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഹാമർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു വിക്കിനെ പൊന്തിച്ചെന്നുള്ളൂ. പക്ഷേ നമുക്ക് ബോഡി വളരെ ചെറുതും വിക്ക് വളരെ വലുതുമാണെങ്കിൽ ഇതിനെ ഈ ഒരു രീതിയിൽ വിളിക്കും.
ഓക്കെ. സോ ഇവിടെ ഇനി നമുക്ക് നോക്കാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നേരെ തിരിച്ചൊരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ ഇവിടെ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്? മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ നമ്മുടെ ലോ ആൻഡ് ഹൈ, ഓക്കെ, അതോടെ ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഹൈ ഫോം ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് നേരെ മുകളിലേക്കാണ് പോയത്. എന്നിട്ടൊരു ഹൈ ഉണ്ടാക്കി. എന്നിട്ടോ മാർക്കറ്റ് വളരെ താഴെ പോയിട്ട് അവിടുന്ന് തിരിച്ച് ബയ്യേഴ്സിന് കയറാൻ പറ്റാത്ത വിധം അത്രയും സ്ട്രോങ് സെല്ലിങ് അവിടെ പ്രഷർ നടത്തി. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ക്ലോസ് നടന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വളരെ സ്ട്രോങ് ഡൗൺ ട്രെൻഡ് തരുന്നതാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ക്യാൻഡിൽ തിരിച്ച് ഇങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ സ്ട്രോങ് ഡൗൺ ട്രെൻഡ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ. കാരണം എന്താണ്? ഇവിടെ വീക്കാണ് ഇവിടുത്തെ ട്രെൻഡ്. ഡൗൺ സിറ്റുവേഷൻ വീക്കാണ്. കാരണം ബയ്യേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡൗൺ ട്രെൻഡ് ക്യാൻഡിൽ, ഐ മീൻ ഒരു ബിയറിഷ് ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു സ്ട്രോങ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ബയ്യേഴ്സ് മാർക്കറ്റിൽ ക്ലോസ് ചെയ്യാൻ ലോ എടുത്തിട്ട് പകരം മുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ഇതേപോലെ നമ്മുടെ മാർക്കറ്റിൽ തിരിച്ച് കണ്ടീഷൻ പറയുമ്പം മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്യാൻഡിലിന് സെല്ലേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം നന്നായിട്ട് മാർക്കറ്റിൽ താഴ്ത്തിയിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് അതിൽ ഒരു വിക്കനെ പോലും മുകളിലേക്ക് കയറ്റാത്ത വിധം അവിടെ ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഡീറ്റെയിൽ ആയിട്ട് കീറി മുറിച്ചിട്ട് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുക. അല്ലാണ്ട് പല ആളുകളും പറയാറുണ്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ പേര് ഇതാണ്, ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലേക്ക് ഇങ്ങനെ എൻട്രി എടുക്കണം. അതൊക്കെ ഞാനൊരിക്കലും പേഴ്സണലി എനിക്ക് അതിനോട് ഒരു ഒപ്പീനിയൻ ഇല്ല. താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം. ഓക്കെ. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു പല ആളുകളും അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി. ഈ ഒരു പിക്ചർ മാർക്കറ്റിൽ ഞാനൊക്കെ എൻ്റെ ഏർലി സ്റ്റേജിൽ ഞാൻ ഇങ്ങനത്തെ ക്യാൻഡലിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കിക്കൊണ്ട് നടക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്യാൻഡിൽ സംഭവിച്ചു എന്ന് പറഞ്ഞു തരാൻ എൻ്റെ മെൻറ്റേഴ്സ് അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ബ്ലൈൻഡായിട്ട് പഠിക്കുക എന്നുള്ളൊരു രീതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നീടാണ് നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി വരുന്നത്. ഓക്കെ. സോ ഇതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ക്യാൻഡിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ അനാലിസിസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. നമുക്ക് ഇവിടെ നമുക്ക് എന്തിനായിട്ട് പറയാനുള്ളത്? ഇവിടെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഇതിനൊരു ഡോജി ക്യാൻഡിൽ എന്നൊക്കെ വിളിക്കും. ഒരു മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഈ ഒരു ക്യാൻഡിൽ കാണാൻ പറ്റുന്നത്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു ഹൈ ഉണ്ടാക്കി, എഗെയിൻ മാർക്കറ്റ് താഴെ വന്നു, ഒരു ലോ ഉണ്ടാക്കി, ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്ത പോയിൻറ്റും ക്ലോസ് ചെയ്ത പോയിൻറ്റും ഒന്നായതുകൊണ്ട് മാർക്കറ്റ് ഇനി എവിടേക്ക് പോകുന്നുള്ള കാര്യം എന്ത് ചെയ്യില്ല, നമുക്ക് കൺഫ്യൂഷനാണ്. ഒരു കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഈ ക്യാൻഡിൽ വരുന്നത്. ഓക്കെ. അതാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ പ്രത്യേകത. ഇത് ഡ്രാഗൺ ഫ്ലൈ എന്നുള്ളതിലും അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റോൺ ഉണ്ട്, നമ്മുടെ കുരിശിൻ്റെ ഒക്കെ പോലത്തെ രീതിയിൽ പറയുന്നൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്തതും ഒരേ പൊസിഷനിലാണെങ്കിൽ മാർക്കറ്റ് അൺഡിഫൈൻഡ് ആണ്. ഇങ്ങോട്ടേക്ക് നിൽക്കും എന്നുള്ളത് കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നൊരു കണ്ടീഷൻ ആയിരിക്കില്ല സംഭവിക്കുക. ഓക്കെ. അതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ബുള്ളിഷ് ക്യാൻഡിലൊരു സിറ്റുവേഷൻ നോക്കാം. ഇതേ അവസ്ഥ തന്നെയാണ് അതിനുള്ളത്. പക്ഷേ അവിടെ നേരെ തിരിച്ചായിരിക്കും. ഓപ്പൺ ചെയ്തത് മുകളിലും ക്ലോസ് ചെയ്തത് ഓപ്പൺ ചെയ്ത് താഴെ ക്ലോസ് ചെയ്തത് മുകളിലായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇതാണ് നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ. ഓപ്പൺ ചെയ്തു, അതേപോലെ മുകളിൽ ക്ലോസ് ചെയ്തു. ഓക്കെ. ഓപ്പൺ ചെയ്തു, മുകളിൽ ക്ലോസ് ചെയ്തു. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്ന കാര്യം, ഈ ഒരു ക്യാൻഡിലിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് ട്രെൻഡ് ആയിരിക്കും. ഇതിനും ഒരു ബൂസ് എന്ന് തന്നെ വിളിക്കാം. ഇവിടെ എന്ത് കൂടുതലായിരിക്കും? ബൈയിങ് പ്രഷർ കൂടുതലായിരിക്കും. ബൈയിങ് പ്രഷർ വളരെ ഹൈ ആയിരിക്കും ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് നോർമലി അവിടുത്തെ സിറ്റുവേഷൻ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കൊരു വിക്ക് ആദ്യം വരച്ചു കൊടുക്കാം. നേരത്തെ വരച്ച വിക്ക് പോയി തോന്നുന്നുണ്ട്. ഓക്കെ.
സോ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതേപോലെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അഗൈൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളവിടെ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി ഇത് വെച്ചിട്ടാണ് ഇനി നമ്മളത് നെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഹൈ ഉണ്ടാക്കി, അഗൈൻ ലോ അവിടെ കിടക്കുക തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ എന്തില്ല, നമുക്കൊരു ഹൈ ഉണ്ടാക്കി, അതായത് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ ഹൈയിലേക്ക് പോയിട്ട് പിന്നെ താഴ്ന്നിട്ടില്ല, അവിടെ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനർത്ഥം മാർക്കറ്റിൽ ആര് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട് ഈ ഒരു ക്യാൻഡിൽ. ഇതിനി ഇവിടെ ഇതുവരെ പോയാലും ഇതിനൊക്കെ അർത്ഥം ഇവിടെ ബയ്യേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ബയ്യേഴ്സ് വളരെ സ്ട്രോങ് ആണ് അതിനർത്ഥം. കാരണം മാർക്കറ്റ് താഴെ പോയാൽ പോലും അവിടുന്ന് വീണ്ടും കയറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് ഇത് ഓപ്പണായി, ഇത് ക്ലോസായി, ഒരു ലോ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് ബൈയിങ് ആണ് നടന്നിട്ടുള്ളത്. ബൈയിങ് പ്രഷർ കൂടുതലാണ്. അപ്പം ഇതൊരു വളരെ പമ്പിങ് സാധ്യതയുള്ള നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റ് തരാൻ കെലപ്പുള്ള ഒരു ക്യാൻഡിലാണിത്. ഓക്കെ, നേരെ മറിച്ച് നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു താഴേക്കാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മാർക്കറ്റിൽ ഇതൊരു വീക്ക് അപ്പ് ട്രെൻഡാണ് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് തരിക. ഓക്കെ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അഗൈൻ ഹൈ എടുത്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് സെല്ലേഴ്സ് ഇവിടെ ബയ്യേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പക്ഷേ സെല്ലേഴ്സ് എന്ത് ചെയ്തു, മാർക്കറ്റിനെ ഇടിച്ച് താഴോട്ടേക്ക് ഇറക്കി, വളരെ താഴേക്ക് ഇറക്കിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ പറഞ്ഞ ഇവിടെയാണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, പക്ഷേ ഒരു വീക്ക് ക്യാൻഡിലാണിത്, വീക്കാണ്. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ക്യാൻഡിലും വളരെ കൃത്യമായിട്ട് അതിൻ്റെ സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ സംഭവിക്കുന്ന ഒരു ആക്ച്വൽ കാര്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പിടികിട്ടും. ഇതേപോലെ നമുക്കൊരു അൺപ്രഡിക്റ്റഡ് ഡോജി ക്യാൻഡിൽ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും അവസ്ഥ സെയിം തന്നെയാണ്. ഓപ്പൺ ചെയ്തു, ഒരു ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്തു, പക്ഷേ അതേ സ്പോട്ടിൽ തന്നെ ക്ലോസ് ചെയ്തു. അപ്പോൾ അൺഡിഫൈൻഡ് ആണ്, മാർക്കറ്റിന് എവിടേക്കാണ് സഞ്ചരിക്കാൻ താല്പര്യം എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഡോജി ക്യാൻഡിലൂടെ അനലൈസ് ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ക്യാൻഡിലിൻ്റെ സ്ട്രക്ചറും നമ്മുടെ മാർക്കറ്റിൽ കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് വളരെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മാർക്കറ്റിലെ 3 ട്രെൻഡുകൾ. അതേപോലെ ഈ ട്രെൻഡുകൾക്ക് കാരണമാകുന്ന, അല്ലെങ്കിൽ ട്രെൻഡുകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ക്യാൻഡിൽ സ്റ്റിക്സ് ഉള്ളത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള നമ്പർ 1 ക്ലാസ് ഇതാണ്. ഓക്കെ.